തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. മക്കബായരുടെ പുസ്തകം 1-2 പുസ്തകത്തിന്റെ ആമുഖ വായന. യവന ആചാരങ്ങൾ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഗ്രീക്കുകാർ ശ്രമിച്ചു. ഒരു കൂട്ടം യഹൂദർ അവർക്ക് പിന്തുണ നൽകി. ചെറുത്തുനിന്നവർ മതപീഡനങ്ങൾക്ക് വിധേയരായി. BC 175 സെലൂക്കസ് വംശജനായ അന്തിയോക്കസ് എപ്പിഫാനസ് 4-മൻ രാജാവായതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി. വിഗ്രഹാരാധന നടത്തുന്നതിനും പന്നിമാംസം ഭക്ഷിക്കുന്നതിനും യഹൂദർ നിർബന്ധിതരായി. അനേകം യഹൂദർ മതമർദ്ദനത്തിൽ ജീവാർപ്പണം ചെയ്തു. എന്നാൽ ആയുധമെടുത്ത് മർദ്ദനത്തെ നേരിടാൻ കുറെ പേർ തയ്യാറായി. അവർക്ക് നേതൃത്വം നൽകിയത് പുരോഹിതനായ മത്താത്യാസിന്റെ പുത്രൻ യൂദാസ് ആണ്. മക്കബായൻ എന്നറിയപ്പെട്ടിരുന്ന യൂദാസിന്റെ കൂടെ ചേർന്നവർക്കെല്ലാം മക്കബായർ എന്ന പേര് കിട്ടി. യവന ആധിപത്യത്തിനെതിരായുള്ള യഹൂദരുടെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രമാണ് മക്കബായരുടെ 1-2 പുസ്തകങ്ങൾ വിവരിക്കുന്നത്. മത്താത്യാസിന്റെ മക്കളായ യൂദാസ്, ജോനാഥൻ, ശിമയോൻ എന്നിവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിജയങ്ങളും പരാജയങ്ങളുമാണ് 1-ാം പുസ്തകത്തിൽ വിവരിക്കുന്നത്. 2-ാം പുസ്തകത്തിൽ നിയമത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വീരചരമമടയേണ്ടി വന്ന രക്തസാക്ഷികളുടെ ചരിത്രവും മർദ്ദനകാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഉത്തേജനം നൽകുകയാണ് ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം. വീരചരമമടഞ്ഞവർ നിത്യമായി ജീവിക്കുമെന്ന് ഈ ഗ്രന്ഥം ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം ബൈബിളിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പ്രകടമാകുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നതായി സൂചനകൾ കാണുന്നു. BC 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളുടെ ഹീബ്രു മൂലം ലഭ്യമല്ല. ഗ്രീക്ക് വിവർത്തനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മക്കബായരുടെ പുസ്തകം അധ്യായം 1. മഹാനായ അലക്സാണ്ടർ. ഫിലിപ്പിന്റെ പുത്രനും മക്കദോനിയക്കാരനുമായ അലക്സാണ്ടർ കിത്തിം ദേശത്തു നിന്ന് വന്ന് പേർഷ്യക്കാരുടെ മേദ്യക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണമേറ്റെടുത്തു. അതിനു മുൻപ് തന്നെ അവൻ ഗ്രീസിന്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി, രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി. അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു. ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാര ഉന്മത്തനായി. സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേലെ ആധിപത്യം സ്ഥാപിച്ചു. അവർ അവന് സാമന്തരായി. അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി. മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി. ചെറുപ്പം മുതലേ തന്റെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചു വരുത്തിയ അവർക്ക് താൻ മരിക്കുന്നതിന് മുൻപ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു. 12 വർഷത്തെ ഭരണത്തിനു ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സേനാധിപന്മാർ താന്താങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി. അലക്സാണ്ടറുടെ മരണത്തിനു ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി. അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു. അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി. അന്തിയോക്കസ് എപ്പിഫാനസ്. അവരുടെ വംശത്തിൽപ്പെട്ട അന്തിയോക്കസ് രാജാവിന്റെ പുത്രനായി തിന്മയുടെ വേരായ അന്തിയോക്കസ് എപ്പിഫാനസ് ജനിച്ചു. ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിന്റെ 137-ാം വർഷം ഭരണമേൽക്കുന്നതിന് മുൻപ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുൻപോട്ട് വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം. കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടു. കുറെ ആളുകൾ താൽപര്യപൂർവ്വം രാജാവിന്റെ അടുക്കലെത്തി. വിജാതീയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി. അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിന്റെ അടയാളങ്ങൾ അവർ മായ്ച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു.
രാജ്യം തൻ്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തുകാരെ കൂടി രാജാവാകാൻ അന്ത്യോക്കസ് തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളുടെയും അധിപനാകാനായിരുന്നു അവൻ്റെ മോഹം. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽ പടയും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി. ടോളമി പിന്തിരിഞ്ഞോടി. വളരെ പേർ മുറിവേറ്റു വീണു. ഈജിപ്തിലെ സുരക്ഷാ നഗരങ്ങൾ അവൻ പിടിച്ചടക്കി. ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു. 143 ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്ത്യോക്കസ് മടങ്ങി. ഇസ്രായേലിനെതിരെ ശക്തമായൊരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറുസലേമിലെത്തി. അവൻ ഔദ്യത്വത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്ക് കാലുകളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണ ധൂപ കലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി. ഒളിച്ചു വച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി. അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ ഏറെ രക്തം ചൊരിഞ്ഞു. അവൻ്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റിനിന്നു. ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു. ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോധനമുയർന്നു. യുവതീയുവാക്കന്മാർ തളർന്ന് അവശരായി. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു. മണവാളൻ വിലപിച്ചു. മണവറയിൽ മണവാട്ടി പ്രലപിച്ചു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറപൂണ്ടു. യാക്കോബിന്റെ ഭവനം ലജ്ജാവൃതമായി. മതമർദ്ദനം. 2 വർഷങ്ങൾക്ക് ശേഷം രാജാവ് തന്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂദാ നഗരങ്ങളിലേക്ക് അയച്ചു. വലിയൊരു സൈന്യവുമായി അവൻ ജെറുസലേമിലെത്തി. അവൻ ചതിവായി അവരോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു. അവർ അവനെ വിശ്വസിച്ചു. എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു. അവൻ നഗരം കൊള്ളയടിച്ചു. അതിനെ അഗ്നിക്കിരയാക്കി. അതിലെ വീടുകളും നഗരഭിത്തികളും തകർത്തു. അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെ കവർച്ച ചെയ്തു. ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത് ദാവീദിന്റെ നഗരത്തെ അവർ സുശക്തമാക്കി. അത് അവരുടെ സങ്കേതമായി തീർന്നു. ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു. അവർ അവിടെ നിലയുറപ്പിച്ചു. അവർ ആയുധങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ജെറുസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു. അങ്ങനെ അവർ ഒരു കെണിയായി. അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒളിസ്ഥലമായി മാറി. ഇസ്രായേലിനെ നിരന്തരം അലട്ടുന്ന ദുഷ്ടപ്രതിയോഗിയും. വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി. വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. ജെറുസലേം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി. അവൾ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു. സ്വസന്താനങ്ങൾക്ക് അവൾ അന്യയായി. സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു. അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി. തിരുനാളുകൾ വിലാപദിനങ്ങളായി മാറി. സാപത്തുകൾ പരിഹാസ വിഷയമായി. അവളുടെ കീർത്തി അപമാനിക്കപ്പെട്ടു. അപകീർത്തി മുൻ മഹത്വത്തിനൊപ്പം അവളെ ചുറ്റിനിന്നു. അവളുടെ ഔന്നത്യം വിലാപത്തിന് വഴിമാറി. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. വിജാതിയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് പോലും വളരെ പേർ അവന്റെ ഇംഗിതം സന്തോഷം സ്വീകരിച്ചു. അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുകയും സാപത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. രാജാവ് ജെറുസലേമിലേക്കും യൂദാ നഗരങ്ങളിലേക്കും ദൂതന്മാർ വശം കത്തുകൾ അയച്ചു. സ്വന്തം നാടിന് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു. വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാപത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങൾക്കും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന്
അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കണം. ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു. എല്ലാ ജനങ്ങളുടെ മേൽ പരിശോധകരെ നിയമിച്ചു. യൂദായിലെ നഗരങ്ങൾ തവണ വെച്ച് ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് അത് ഇടയാക്കി. 145 വർഷത്തിൽ കിസ്ലേവ് മാസം 15 ദിവസം ദഹനബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിന്റെ മ്ലേച്ഛവസ്തു പ്രതിഷ്ഠിച്ചു. ചുറ്റുമുള്ള യൂദാ നഗരങ്ങളിലും അവർ ബലിപീഠം നിർമ്മിച്ചു. വീടുകളുടെ വാതിലുകളിലും തെരുവീഥികളിലും അവർ ധൂപം അർപ്പിച്ചു. കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. ഉടമ്പടി ഗ്രന്ഥം കൈവശം വയ്ക്കുകയോ നിയമത്തോട് കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജ്യശാസനപ്രകാരം മരണത്തിന് അർഹനായിരുന്നു. നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട് ഇസ്രായേൽക്കാരുടെ മേൽ അവർ മാസം തോറും ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നു. ദഹനബലിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ച പീഠത്തിൽ മാസത്തിന്റെ 25 ദിവസം അവർ ബലിയർപ്പിച്ചു. പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു. അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു. ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു. അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. അവർ മരണം വരിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിപതിച്ചു. അധ്യായം 2. മത്താത്യാസും പുത്രന്മാരും. ശിമയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനും യോവാറിബ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്യാസ് ജെറുസലേമിൽ നിന്ന് മൊദയനിലേക്ക് മാറി താമസിച്ചു. അവന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ഗദ്ദി എന്ന യോഹന്നാൻ, താസി എന്ന ശിമയോൻ, മക്കബേയുസ് എന്ന യൂദാസ്, അവരാൻ എന്ന എലിയാസർ, ആഫൂസ് എന്ന ജോനാഥൻ. യൂദായിലും ജെറുസലേമിലും നടമാടുന്ന ദേവദൂഷണങ്ങൾ കണ്ട് മത്താത്യാസ് വിലപിച്ചു. കഷ്ടം, ഞാൻ എന്തിനു ജനിച്ചു? എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ? ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെയിരിക്കാനോ? അവളുടെ ദേവാലയം മഹത്വമറ്റവനെ പോലെ ആയിരിക്കുന്നു. അവളുടെ വിശിഷ്ട പാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വെച്ച് വധിക്കപ്പെട്ടു. യുവാക്കൾ ശത്രുക്കളുടെ വാളിന് ഇരയായി. അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത എത്ര രാജ്യമുണ്ട്? അവളുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല, അടിമയാണ്. നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജാതിയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു. നാം ഇനി എന്തിനു ജീവിക്കുന്നു? മത്താത്യാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കൊടുത്ത് ഏറെ വിലപിച്ചു. മത്താത്യാസ് എതിർക്കുന്നു. ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെ കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ മൊദയൻ നഗരത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്ത് ചെന്ന് മത്താത്യാസും പുത്രന്മാരും അവിടെ ഒരുമിച്ച് കൂടി. രാജസേവകർ മത്താത്യാസിനോട് പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. സകല വിജാതിയരും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിന്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും. എന്നാൽ മത്താത്യാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിന്റെ ഭരണത്തിൽ കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താന്താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും.
നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അതനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. മത്താത്യാസ് ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ മൊദയിനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു. അത് കണ്ട് മത്താത്യാസ് തീഷ്ണത കൊണ്ട് ജ്വലിച്ചു. അവന്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. ധാർമ്മിക രോഷം കൊണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു. ബലിപീഠം ഇടിച്ചു നിരത്തി. സാലുവിന്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിനെഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ അവൻ ജ്വലിച്ചു. മത്താത്യാസ് സ്വരമുയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു, നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടൊത്ത് വരുവിൻ. അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് ഓടിപ്പോയി. സാബത്തിൽ യുദ്ധം. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി. അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളും ഉണ്ടായിരുന്നു. ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവീദിന്റെ നഗരമായ ജെറുസലേമിലെ ഭടന്മാർക്കും വിവരം കിട്ടി. വളരെ പേർ അവരെ അനുധാവനം ചെയ്തു. അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു. സാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങളൊരുക്കി അവർ വിളിച്ചു പറഞ്ഞു, എതിർപ്പ് അവസാനിപ്പിക്കുവിൻ, പുറത്തുവന്ന് രാജാവ് കൽപ്പിക്കുന്നത് അനുസരിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ വരികയില്ല. രാജശാസനപ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാബത്ത് ദിവസം അശുദ്ധമാക്കുകയില്ല. ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്ക് നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. നിഷ്കളങ്കരായി തന്നെ അവർ മരിക്കട്ടെ. അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ശത്രുക്കൾ സാബത്ത് ദിവസം അവരെ ആക്രമിച്ചു. 1000-ഓളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം മരണമടഞ്ഞു. ഇതറിഞ്ഞ് മത്താത്യാസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു, സാബത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാകരുത്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഹസിദേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിനു വേണ്ടി സ്വമനസ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ. ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പലായനം ചെയ്തവരും. അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും നിയമനിഷേധകരെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി. രക്ഷപ്പെട്ടവർ വിജാതിയുടെ അടുക്കൽ അഭയം തേടി. മത്താത്യാസും കൂട്ടരും ചുറ്റി നടന്നു ബലിപീഠങ്ങൾ തകർത്തു. ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ അപരിച്ഛേദിതരായി കണ്ട ബാലന്മാരെ അവർ ബലമായി പരിച്ഛേദന ചെയ്തു. ധിക്കാരികളെ അവർ വേട്ടയാടി. അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു. പാപിയുടെ കരം പ്രബലമാകാൻ അവർ അനുവദിച്ചില്ല. മത്താത്യാസിന്റെ അന്ത്യശാസനം. മത്താത്യാസിന്റെ മരണം അടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്ദയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിന്റെയും നാശത്തിന്റെയും നാളുകളാണിത്. അതിനാൽ എൻ്റെ മക്കളെ, നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ്
ഫിനെഹാസ് തീഷ്ണത നിറഞ്ഞവനാകിയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസനിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവക്തത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കപ്പെടുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവന്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിയമങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ശിമിയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ. അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബെയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതിയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ. നിയമം പാലിക്കുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. 146 വർഷം അവൻ മരിച്ചു. മൊദയനിലെ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖമാചരിച്ചു. നമ്മുടെ ദൈവമായ ദൈവത്തിന് സ്തുതി. നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി നിരീക്ഷിച്ചു കൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ശുദ്ധമായ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.